മോസ്റ്റ് വയലന്റ് ചിത്രം മാർക്കോയെക്കുറിച്ച് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഇതാണ്. പ്രഖ്യാപനം മുതൽ തന്നെ വയലൻസിന് പ്രാധാന്യം നൽകിയ ചിത്രമെന്ന ഹൈപ്പോടെയാണ് തിയേറ്ററിലെത്തിയത്. ഉണ്ണി മുകുന്ദൻ എന്ന താരത്തിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ചിത്രത്തിൽ കാണുന്നത്. കേരളത്തിൽ മാത്രമല്ല, ബോളിവുഡിലും മാർക്കോ വൻ ഹിറ്റ്. പുതുവർഷത്തിലാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് തിയേറ്ററിലെത്തിയത്. തെലുങ്ക് ദേശത്തും മാർക്കോയ്ക്ക് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്. ആദ്യ ഷോ മുതൽ ഗംഭീര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം തെലുങ്കിൽ നിന്ന് ലഭിച്ച കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. 1.25 കോടിയാണ് ആദ്യ ദിനം തെലുങ്കിൽ നിന്നും മാർക്കോ നേടിയത്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ചതിൽ കൂടുതൽ കളക്ഷനാണ് ആദ്യ ദിനം മാർക്കോ നേടിയെടുത്തത്. മൗത്ത് പബ്ലിസിറ്റി അടക്കം ലഭിച്ച വമ്പൻ ഹിറ്റ് പടമാണ് മാർക്കോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. തെലുങ്ക് പതിപ്പിലും മുന്നേറ്റം തുടരുമെന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്കുള്ളത്. മോസ്റ്റ് വയലന്റ് ചിത്രമായി ക്രിസ്മസ് റിലീസായി 20-നാണ് തിയേറ്ററുകളിലെത്തിയത്. ആദ്യ ദിനം തന്നെ ട്രെൻഡായ ചിത്രം ഉത്തരേന്ത്യൻ സിനിമാ പ്രേമികളും ഏറ്റെടുത്തു കഴിഞ്ഞു. ചിത്രത്തിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ആന്ധ്രയിലും തെലങ്കാനയിലുമായി 300 സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. മലയാളം, ഹിന്ദി പതിപ്പുകൾ തെലുങ്ക് സംസ്ഥാനങ്ങളും പ്രദർശനത്തിനെത്തിയിരുന്നു. ഹിന്ദി പതിപ്പിന് ലഭിച്ച സ്വീകാര്യത തന്നെയാണ് തെലുങ്കിലും പ്രതീക്ഷിക്കുന്നത്. തെലുങ്കിലും സ്വീകാര്യത ലഭിക്കുന്ന പക്ഷം ചിത്രത്തിന് അത് വലിയ നേട്ടമാവുമെന്നുറപ്പ്. 2024 ഇറങ്ങിയ പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കി. തെലുങ്ക് പതിപ്പിന്റെ കളക്ഷനിൽ പ്രേമലുവിനെ മറികടക്കുമോ മാർക്കോ എന്നാണ് കാത്തിരിക്കുന്നത്. മാർക്കോയുടെ തമിഴ് പതിപ്പ് നാളെ എത്തും. ബോളിവുഡിനെയും ടോളിവുഡിനെയും മാർക്കോ സ്വീകരിച്ചു കഴിഞ്ഞു. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രമാണ് മാർക്കോ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.